ഇപ്പോൾ ഇ ഡി ഇതുവരെ ശ്രീമതി വീണയെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് അത് ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു വളരെ ലീനിയന്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് നാം മനസ്സിലാക്കണം. സ്ത്രീ ആയതുകൊണ്ടും അന്വേഷണവുമായിട്ട് സഹകരിച്ചത് കൊണ്ടുമാണ് ഇ ഡി അറസ്റ്റ് ചെയ്യാത്തത്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് ഇ ഡി. ഇപ്പൊ അവർ അടുത്ത ചോദ്യം ചെയ്യൽ ഉണ്ടാകാനുള്ള സാധ്യത വലുതാണ്. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ട് ഈ ഹാൻഡ് റിട്ടൺ അക്കൗണ്ട്സിനെ കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അറസ്റ്റ് പോലെയുള്ള നടപടികളിൽ നിന്ന് ഒഴിവാകുവാനുള്ള. രാഷ്ട്രീയ സമ്മർദ്ദം വരുന്ന ഒരു സാഹചര്യത്തിനെ കുറിച്ചല്ല പറയുന്നത്. ഫെമ നിയമത്തിന്റെ പ്രശ്നം ഇപ്പോ ഓൾറെഡി SFIOയുടെ അന്വേഷണം റിപ്പോർട്ട് ഉണ്ട്. ഈ PMLA അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെയും ഫെമ അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെയും ഒക്കെ മുൻപിൽ റെഗുലറായിട്ട് അപ്പിയർ ചെയ്യുന്നത് കൊണ്ട് പറയുകയാണ്. അവിടെ ചെല്ലുമ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല് അതൊരു സിവിൽ നിയമമാണ്. എത്രത്തോളം പണത്തിന്റെ നിയമത്തിന്റെ വയലേഷൻ ആണ് ഇപ്പൊ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്ന 80 ലക്ഷമാണ്. ഈ 85 ലക്ഷം ആണ് കടത്തപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 3 ഇരട്ടിയാണ് സെക്ഷൻ 13 ഫെമ പ്രകാരം ഇവരുടെ പുറത്ത് പെനാൽറ്റി ആയിട്ട് വരാൻ പോകുന്നത്. അങ്ങനെ വരുമ്പം 2.5 കോടി രൂപയിലധികം ഇതിനകത്ത് പെനാൽറ്റി ആയിട്ട് വരും. കാരണം നിയമപരമായിട്ടുള്ള കടത്തലല്ല എന്നാണ് അവരുടെ ഇ ഡിയുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാകുന്നത്. ആ 2.5 കോടി രൂപ 90 ദിവസത്തിനകം അടച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സിവിൽ ജയിലിലേക്ക് അവർക്ക് അറസ്റ്റ് ചെയ്തിട്ട് അവർക്ക് സിവിൽ ജയിലിലേക്ക് പറഞ്ഞയക്കുവാൻ കഴിയും. അങ്ങനെ വരുമ്പോ ഈ പണം അടച്ചു തീരുന്നത് വരെ മിനിമം 6 മാസമാണ് പണിഷ്മെന്റ്. പണം അടച്ചു തീരുന്നത് വരെ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും. പിന്നെ വളരെയധികം ധനം സമാഹരിച്ചതുകൊണ്ടും അതുപോലെ വളരെ സാമ്പത്തികമായിട്ട് ശേഷിയുള്ള വലിയ ആൾക്കാരും ഒക്കെ ആയിട്ട് ഇവർക്കൊക്കെ രാഷ്ട്രീയക്കാരല്ലേ ബന്ധമുള്ളത് കൊണ്ടും ഒക്കെ 1 കോടിയിലധികം ഇങ്ങനെ വിദേശത്തേക്ക് കടത്തി അവിടെ സ്വത്തുക്കളായി സ്വത്തായിട്ട് അത് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേണ്ടി അത് സ്വത്തായിട്ട് അത് ആസ്തിയായിട്ട് അത് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ 5 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന അഗ്രവേറ്റഡ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആയിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പം 85 ലക്ഷമാണ് എന്നുള്ളതിന്റെ വെളിച്ചത്തിലാണ് ഈ 3 ഇരട്ടി വരെയുള്ള പെനാൽറ്റിയിൽ ഇത് നിൽക്കും എന്ന് പറയും ഇ ഡി അറസ്റ്റ് ചെയ്യാത്തത്. സമാനമായ കേസുകളിൽ എനിക്കറിയാം സത്യസന്ധമായിട്ട് സംഭവിച്ച കാര്യങ്ങൾ ഇ ഡിയോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുള്ള കേസിന്റെ വെളിച്ചത്തിൽ സത്യസന്ധമായിട്ട് പറയുകയാണ് അവർ അറസ്റ്റ് ചെയ്യില്ല. ഇഫ് യു ആർ ഓണസ്റ്റ് ഇൻ യുവർ ഡിസ്ക്ലോഷർ അറസ്റ്റ് ചെയ്ത് ദുരിതത്തിലാഴ്ത്തണമെന്ന് അവർക്കില്ല. പക്ഷേ ഇത്തരത്തിൽ ഇപ്പോൾ ഇ ഡിയെ വഴിയിൽ തടയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ സത്യത്തിന് നേരെ മുഖം തിരിഞ്ഞിരിക്കുക തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുക അങ്ങനെ വന്നാൽ അവർക്കത് ചെയ്യാൻ കഴിയും. അവർ ചെയ്യുമെന്നല്ല പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ വ്യാപകമായിട്ടുള്ള അഴിമതിയിലേക്ക് കടന്നു ചെല്ലണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും പോരാ. ഈ മണി ലോണ്ടറിങ് എന്ന് പറയുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ മാത്രമാണ്. അത് കേരള സർക്കാർ CBI ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ 5-6 വകുപ്പുകൾ അനുസരിച്ച് CBI ഇൻവെസ്റ്റിഗേഷൻ ED ജനറേറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ അടിസ്ഥാനത്തിൽ CBI ഇൻവെസ്റ്റിഗേഷൻ റെക്കമെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിനകത്തെ അഴിമതിയുടെ ആംഗിൾ പരിശോധിക്കാൻ കഴിയൂ.